ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അംബ്രല കട്ടിൽ ഒരു ഫ്രോക്കാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. പഴയ സാരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. 14-15 വയസ്സുള്ള കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള ഒരു അംബ്രല ഫ്രോക്ക് കട്ടിങ്ങാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം തന്നെ ലൈനിങ് പീസ് വെട്ടിയെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു പഴയ മുണ്ടിൻ്റെ ഒരു ചെറിയ പീസാണ് എടുത്തിട്ടുള്ളത്. പഴയ സാരി ആയതുകൊണ്ടാണ് മുണ്ടിൻ്റെ പീസ് എടുത്തത്. അപ്പോൾ അത് നമ്മൾ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആം ഹോളും 5.5 ഇഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്യുന്നത്. അതൊന്നൊരു ബോക്സായിട്ട് വരച്ചു കൊടുക്കാം. ചെസ്റ്റ് 8.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 1.5 ഇഞ്ച് സീം അലവൻസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു യോക്ക് പാർട്ടിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. താഴെ വീതി 8 ഇഞ്ച്. താഴെ നിന്ന് ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് കൊടുത്തിട്ട് ഒന്ന് വളച്ച് വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ കൈക്കുഴി ഒന്ന് വളച്ച് വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നെക്ക് വിഡ്ത്ത് നമ്മൾ 2.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇതിലൂടെ മാർക്ക് ചെയ്ത പോയിന്റിലൂടെ നമുക്കൊന്ന് വെട്ടിയെടുക്കാം. ഇനി നമുക്ക് മെയിൻ ക്ലോത്തിലേക്ക് ലൈനിങ് പീസ് വെച്ച് ഒന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ 2 ലൈനിങ്ങും നമ്മൾ മെയിൻ ക്ലോത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് വെട്ടി മാറ്റിയെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ വെട്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി യോക്ക് പാർട്ടിന് വേണ്ടിയിട്ട് സാരി ഇതാ നമ്മൾ ക്രോസായിട്ട് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ആ വരച്ച വരയിൽ നിന്ന് താഴോട്ട് നമുക്ക് 30 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. ടോട്ടൽ ലെങ്ത്ത് 44ആണ്. അപ്പോൾ നമ്മൾ 14 ഇഞ്ച് യോക്ക് പാർട്ടിന് എടുത്തു. ബാക്കി 30 ഇഞ്ച് താഴേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ടാപ്പ് വലിച്ച് പിടിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ലാസ്റ്റിലേക്ക് നമുക്ക് ഇത്തിരി തുണി കുറവുണ്ട്. അവിടെ നമുക്ക് ബാക്കി വരുന്ന ചെറിയൊരു പീസ് അവിടെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ തൽക്കാലം ഇത് വെട്ടി മാറ്റാം. ഇനി ഇതാ ഇവിടെ ഫോൾഡഡ് സൈഡ് നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതപ്പോൾ നമ്മുടെ യോക്ക് പാർട്ടും താഴേക്കുള്ള സ്കേർട്ട് പാർട്ടും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് താഴെ കുറച്ച് തുണിയുടെ കുറവുള്ളതുകൊണ്ട് നമുക്ക് ചെറിയൊരു പീസ് വെട്ടിയെടുക്കാം. 2 സൈഡും ആ ഒരു ചെറിയ പീസ് വെച്ച് അടിച്ചു കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ചെറിയൊരു പീസ് വെട്ടിയെടുക്കുകയാണ്. ഇനി നമുക്ക് സ്ലീവാണ് വെട്ടാനുള്ളത്. അപ്പോൾ സ്ലീവ് വെട്ടുന്നതിന് വേണ്ടിയിട്ട് തുണി 4ആയിട്ട് മടക്കിയിട്ടുണ്ട്. 12 ഇഞ്ചാണ് ഞാൻ സ്ലീവിന് ലെങ്ത്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞൊരു 2 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്യുന്നുണ്ട്. 2 ഇഞ്ച് ഒന്ന് താഴെ മാർക്ക് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ചെറിയൊരു ചുരുക്കിട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ചെറിയൊരു പഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. മുകളിൽ മാത്രം പഫ് വരുന്ന സ്ലീവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ മാർക്കിങ്ങിലൂടെ ഒന്ന് വരച്ചെടുത്ത് വെട്ടിയെടുക്കാം. താഴെ 4.5 ഇഞ്ചാണ് നമ്മുടെ സ്ലീവിൻ്റെ വിഡ്ത്ത് വരുന്നത്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതാ നമ്മൾ സ്ലീവ് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അത്രയും ഭാഗം ഞൊറി ഇടാനുള്ളതാണ്. അതാണ് അവിടെ ഒരു മാർക്കിംഗ് കൊടുത്തത്. ഇതാ അപ്പോൾ സ്ലീവ് വെട്ടിയെടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് ഇനി നമുക്ക് നെക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ക്യാൻവാസിലാണ് നമ്മൾ നെക്ക് ചെയ്യുന്നത്. നമുക്ക് വി നെക്കാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു ക്യാൻവാസ് ഇവിടെ എടുത്തിട്ടുണ്ട്. 2.25 ഇഞ്ചാണ് വീതി മാർക്ക് ചെയ്യുന്നത്. വി നെക്ക് ആയതുകൊണ്ടാണ് 2.25 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. 1 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്ത് നമ്മളതൊന്ന് വരച്ചെടുക്കുകയാണ്. ഞാൻ വരച്ചതിലൂടെ നമുക്കൊന്ന് വെട്ടിയെടുക്കാം.
ഇനി ഇതാ നമുക്ക് മെയിൻ ക്ലോത്തിലേക്ക് അതൊന്ന് വെച്ച് അയൺ ചെയ്തെടുക്കാം. ഇനി ഇതാ ബാക്ക് നെക്കിന് വേണ്ടിയിട്ട് നമ്മൾ ക്യാൻവാസിൽ 2.5 ഇഞ്ച് വീതിയും 4.5 ഇഞ്ച് ഇറക്കമാണ് എടുത്തിട്ടുള്ളത്. അത് റൗണ്ട് നെക്കാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. ഇനി അതും നമുക്കൊന്ന് വെട്ടിയെടുക്കാം. ഇനി അതും നമുക്ക് മെയിൻ ക്ലോത്തിലേക്ക് വെച്ച് ഒന്ന് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ അംബ്രല ഫ്രോക്കിൻ്റെ കട്ടിങ് എല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ഇനി അടുത്തതായിട്ട് ഇടുന്നതായിരിക്കും. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.